ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സൽമാസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് BOQ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്കൊരു എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് വർക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നാണ്. ഒന്നുമില്ല, ജസ്റ്റ് അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ BOQൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ കുറക്കാനുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബിൽഡിംഗ് ആണത് 2.9 ഹൈറ്റ് ഉള്ളത് 3.2 മീറ്റർ ഹൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 ഡ്രോയിങ് തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് പ്ലാൻ സെറ്റിൽ അത് അപ്ലോഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് വണ്ണ് നമുക്ക് മാറ്റം വരിക കോളത്തിലായിരിക്കില്ലേ, കോളത്തിലാണ് നമ്മൾ ആദ്യം മാറ്റം വരുത്തുന്നത്. ഞാൻ ആദ്യം സ്കെയിൽ ചെയ്യാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെ വ്യത്യാസമാണ് വരിക, നമുക്കിങ്ങനെ ഹൈറ്റ് കൂടുമ്പോൾ അതിൽ കോൺക്രീറ്റിൽ വ്യത്യാസം വരും, ഹൈറ്റിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൽ വ്യത്യാസം വരും, പ്ലാസ്റ്ററിങ് വ്യത്യാസം വരും, പെയിൻറ്റിങ് വ്യത്യാസം വരും, അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ കുറേയാണ്. അപ്പോൾ നമുക്ക് ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ എന്ന് അത് ചിലപ്പോൾ ഇപ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് നമുക്ക് അത് അഡീഷനാണ് വരിക. അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഫസ്റ്റ് നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാനിതിൻ്റെ സ്കെയിലിംഗ് ചെയ്തു. സ്കെയിലിംഗ് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പ്ലാൻ സെറ്റ് ട്യൂട്ടോറിയൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജസ്റ്റ് സ്കെയിൽ എടുക്കുക. മാനുവലായിട്ടുള്ള സ്കെയിലിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി അക്യൂറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മാനുവൽ മെഷർമെൻറ്റ്സ് ആണ്. സോ ദാറ്റ് ഇനി ഞാൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, വേണമെങ്കിൽ ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് സ്മാൾ സൈസ് സ്കെയിലിലേക്ക് ആക്കാം. സ്കെയിൽ കൺവേർഷൻ എങ്ങനെയാണെന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സംഭവം കണ്ട ഈ ഒരു ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ഒരു ഇത് സൈസിനെ വർക്ക് ചെയ്ത് കൂട്ടും. എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അതൊക്കെ അതിൽ ഓപ്ഷണലാണ്, നമുക്കത് ചെയ്യാം. സോ ദാറ്റ് ഇനി അടുത്തത് വേണ്ടത് ഇതാണ് കോളംസ്. എത്ര നമ്പേഴ്സ് ഓഫ് കോളം ഉണ്ടെന്നാണ് ചെയ്യേണ്ടത്. ഞാൻ കൗണ്ട് ചെയ്യാണ്. കൗണ്ട് എടുത്തു. അതിലേക്ക് കോളം ടൈപ്പ് ചെയ്ത് കൊടുത്ത് കളർ മാറ്റാം, സ്കെയിൽ മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറ്റാം. വാട്ടെവർ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് മാറ്റി കൊടുത്ത ശേഷം ഓക്കെ അടിച്ചിട്ട് ഞാൻ കൗണ്ട് ചെയ്യാണ്. 1 2 അങ്ങനെ കൗണ്ട് ചെയ്യാണ്. എത്ര കൗണ്ട് ഓഫ് കോളംസ് ഉണ്ട് എന്ന് ഞാൻ നോക്കുകയാണ്. ആ കോളത്തിൽ എണ്ണത്തിൽ ഒരിക്കലും വ്യത്യാസം വരില്ല, ഹൈറ്റിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് പറഞ്ഞു തരാണ്. C1 എന്ന കോളത്തിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 10 നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു കൗണ്ട് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണോ. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് എടുത്തുക്കണം. അങ്ങനെ കോളത്തിൻ്റെ കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്താ വരിക, അടുത്തത് ബ്ലോക്ക് വർക്കിലായിരിക്കും ഡിഫറൻസ് വരിക. ബ്ലോക്ക് വർക്ക് അറിയുന്നത് ഞാനിപ്പോൾ അതിൽ ഡിഡക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല. വാള്, വിൻഡോസ് അങ്ങനെ ഡിഡക്ഷൻസ് ചെയ്യാം. ആദ്യം നമുക്ക് ഡിഡക്ഷൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. കാരണം ആ ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ വിൻഡോൻ്റെ ഹൈറ്റ് അതേപോലെ തന്നെ വെടുത്ത് ഒന്നും തന്നിട്ടില്ല. എനിക്കിത് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഡ്രോയിങ് ആണ് ഇത്. സോ അതായിട്ട് ഞാൻ അതിൻ്റെ ഒന്നെങ്കിൽ അസ്യൂം ചെയ്തിട്ട് നമുക്ക് സ്പെസിഫിക്കേഷൻസ് എടുക്കാം. ഞാൻ ആ ഒരു മെത്തേഡിലൂടെയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. കാരണം വിൻഡോൻ്റെ സ്പേസൊക്കെ ഞാനിവിടെ വിട്ടിട്ടാണ് ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. വിൻഡോ അതേപോലെ തന്നെ കോളം ഇത് നമുക്ക് പ്ലാൻ ഷിഫ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മാനുവലും ചെയ്യാം. കാരണം ആ കോളത്തിൻ്റെ ഒക്കെ ഒന്ന് ഡിഡക്റ്റ് ചെയ്താൽ മാത്രം മതി, കോളത്തിൻ്റെ അല്ലെങ്കിൽ വിൻഡോൻ്റെ അതൊക്കെ. ഇത് പക്ഷേ പ്ലാൻ ഷിഫ്റ്റ് ആണെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് കിട്ടുമെന്ന് മാത്രം. അങ്ങനെ ഞാനെല്ലാം കഴിഞ്ഞ് ആ ബ്ലോക്ക് വർക്കിൻ്റെ എല്ലാം കിട്ടി. സോ ദാറ്റ് അത് നമുക്ക് ഇനി അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമേ വർക്കുള്ളൂ. അതാണ് നമ്മുടെ ബ്ലോക്ക് വർക്കിൻ്റെ ഒരു ഇത് പറയുന്നത്. സോ അതായത് ബ്ലോക്ക് വർക്ക് നമുക്ക് ഇനി അടുത്തത് ഷീറ്റിലോട്ട് എൻ്റർ ചെയ്യാം. ആ എൻ്റർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ക്വാണ്ടിറ്റി പറയുന്നത് സെയിം ആസ് ആ റിവൈസ്ഡ് ഡ്രോയിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ്ങും തമ്മിൽ ബ്ലോക്ക് വർക്ക് പറയണത് സെയിം ആയിരിക്കില്ലേ. അത് 1 മീറ്റർ സ്ക്വയറിൽ എത്രയാണോ ആ മീറ്റർ സ്ക്വയർ നമുക്ക് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ആ ഹൈറ്റിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് കിട്ടി ഡിഡക്ഷൻ ആണോ അല്ലെങ്കിൽ അഡിഷൻ ആണോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതിയെടുക്കാം. അഡിഷനാണ് വന്നിട്ടുള്ളത്. കാരണം ക്വാണ്ടിറ്റി കൂടുതലല്ലേ ചെയ്തിട്ടുണ്ടാവുക. കാരണം ക്വാണ്ടിറ്റി കൂടാനുള്ള ചാൻസ് ആണ്. കാരണം 2.9 നിന്ന് 3.2 ഹൈറ്റ് ഇൻക്രീസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് പ്ലാസ്റ്ററിങ്ങും പെയിൻറ്റിങ്ങാണ്. പെയിൻറ്റിങ്ങിൻ്റെയും പ്ലാസ്റ്ററിങ്ങിനും ക്വാണ്ടിറ്റി പറയുന്നത് ഈക്വൽ ആക്കിയിട്ട് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ്ങും അല്ലെങ്കിൽ എക്സ്റ്റേർണൽ പ്ലാസ്റ്ററിങ്ങും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുക്കുക. ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ്ങാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ് എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഡിഡക്ഷൻ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഡിഡക്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഡിഡക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ മൊത്തത്തിൽ ആ ഒരു മെഷർമെൻറ്റ് മാത്രമായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാരണം മാനുവലി ഞാനിത് ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല. സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് ഡിഡക്റ്റ് ചെയ്യണം. നമ്മൾ അസ്യൂം ചെയ്തിട്ടെങ്കിലും ഡിഡക്റ്റ് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യാണ്. സോ കാര്യം ഞാനിതിൽ ഡിഡക്ഷനോ അഡിഷനോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റേർണലായിട്ടുള്ള ആ ഒരു ഏരിയ മെഷർമെൻറ്റ് ചെയ്യാണ്. ആ ഒരു ലെങ്ത്ത് അത്രയും ഇൻറ്റേർണൽ സ്പേസ് ഇൻറ്റേർണലായിട്ടുള്ള ആ ഒരു വാളിൻ്റെത് ഞാൻ ഇതാക്കി മെഷർ ചെയ്തു. അത് പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി ആസ് പെർ
ഇൻറ്റേർണലും എക്സ്റ്റേർണലും ആയിട്ടുള്ള പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ് ക്വാണ്ടിറ്റി എടുത്തു, അതിൻ്റെ ഹൈറ്റ് മെഷർമെൻറ്റ് മെഷർ ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ എക്സ്റ്റേർണൽ പ്ലാസ്റ്ററിങ് എടുക്കുക. പ്ലാസ്റ്റർ ലീനിയർ ഞാൻ എക്സ്റ്റേർണൽ പ്ലാസ്റ്ററിങ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെഷർ ചെയ്ത ശേഷം അതിൻ്റെ ക്വാണ്ടിറ്റിയും അതിലൂടെയൊക്കെ ആഡ് ചെയ്യാം. ഈ ലീനിയർ എടുക്കാനും അതേപോലെ തന്നെ സെഗ്മെൻറ്റ്സ് കൗണ്ട് എടുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ പ്ലാൻ സെറ്റ് ഉപയോഗിക്കാമെന്ന് ആദ്യം പഠിക്കുക, അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാം. സോ ദാറ്റ് ആ ഒരു ഇൻട്രോ ബേസിക് ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്ലാൻ സെറ്റ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്ര കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു സോഫ്റ്റ്വെയറാണ് പ്ലാൻ സെറ്റ് പറയുന്നത്. എസ്റ്റിമേഷൻ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പ്ലാൻ സെറ്റ് പറയുന്നത്. സോ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൽ നിന്ന് എടുക്കാം. ഞാൻ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു വാല്യൂ ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ ഒരു ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ആ ഒരു ഡിഫറെൻറ്റ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ 2.9 പറയുന്ന ഫസ്റ്റത്തെ ഡ്രോയിങ്ങും പിന്നെ 3.2 പറയുന്നത് സെക്കൻഡത്തെ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അത് എത്താണോ സബ്സ്ട്രാക്ട് ചെയ്യാനാണോ അഡീഷൻ ചെയ്യാനാണോ നമുക്കിത് നോക്കുക. ശേഷം നമ്മൾ അഡീഷനാണ്, കാരണം 9 ആണ് കിട്ടിയിട്ടുള്ളത്, പോസിറ്റീവാണ്. സോ ദാറ്റ് അഡീഷനാണ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. ഇനി പെയിൻറ്റും ഇതേപോലെ തന്നെ പെയിൻറ്റിങ് എക്സ്റ്റേർണലും ഉണ്ട് ഇൻറ്റേർണലും ഉണ്ട്. ഞാൻ അത് സെയിം ക്വാണ്ടിറ്റി പ്ലാസ്റ്ററിങ്ങിൻ്റെ സെയിം ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെയും പെയിൻറ്റിങ്ങിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്താണ് വേരിയേഷൻസ് വരുമ്പോൾ ചെയ്യേണ്ടതെന്ന്. വേരിയേഷൻസ് വരുമ്പോൾ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി കൂടി ഇതിലോട്ടൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും, പക്ഷേ ഹൈറ്റിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് ഞാനിവിടെ എന്താ പറയുക സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അത് ഹൈറ്റിൽ മാത്രം ആവണമെന്നില്ല, ഹൈറ്റിൽ വന്ന വ്യത്യാസം ആവണമെന്നില്ല. അങ്ങനെ പല രീതിയിലും അതേപോലെ വേരിയേഷൻസ് വരാം. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അഡീഷൻ സബ്സ്ട്രാക്ഷനും ചെയ്തെടുക്കാം.